കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ LDF ബാനൊക്കെ തിരിച്ചടി ഏൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള തിരിച്ചടി. അത് കഴിഞ്ഞിട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ടും പിന്നെ നിയമസഭ അല്ല പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എന്നിട്ടും പിന്നെ ഇതുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു തിരിച്ചടി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ UDF-നെതിരെ വിവാദമാക്കാൻ അല്ലെങ്കിൽ ആരോപിക്കാൻ നോക്കിയിട്ട് അതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ഇത്രയും ദിവസങ്ങളിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് CPM-ൻ്റെ മുഖപത്രമായ ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ ഒരു വന്ന ലേഖനത്തെക്കുറിച്ചാണ്. VS-നെ കുറിച്ചുള്ളൊരു ലേഖനമാണ്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിനുമ്പം എന്നുള്ള ഒരു കവർ സ്റ്റോറി വന്നിട്ടുണ്ട്. അതേ വാരാന്ത പതിപ്പിൽ തന്നെ മറ്റൊരു ലേഖനം, കള്ളൻ വിജയൻ എന്ന ഒരു ലേഖനം വന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ വിവാദം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഈ കള്ളൻ വിജയൻ എന്ന ഒരു നാടകൃത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണെന്ന് തോന്നുന്നു. അതിനകത്ത് അത് വന്നു എന്നതിൻ്റെ പേരിൽ വാരാന്ത പതിപ്പ് അച്ചടി മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ വിതരണം മാറ്റിവെക്കുന്നു, എന്നിട്ട് വീണ്ടും പ്രിൻ്റ് ചെയ്യുന്നു. ആ ലേഖനം ഒഴിവാക്കിക്കൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ വീണ്ടും വരുന്നു. നേരത്തെ ഈ ദേശാഭിമാനിയുടെ പേരിൽ കഴിഞ്ഞ ആഴ്ച വേറൊരു വിവാദം ഉണ്ടായിരുന്നു. കാരണം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദാനിയുടെ ഓഹരി MSC ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വാർത്ത നേരത്തെ കൊടുത്തു. അപ്പോൾ അത് പിന്നീട് അതൊരു വാർത്താ പ്രശ്നമാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ അതിന് തള്ളി ഒക്കെ മാറ്റുന്നത്. ദേശാഭിമാനിയെ തള്ളുകയും ചെയ്തു. അങ്ങനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല, അതായത് എഡിറ്റോറിയൽ ചുമതലയുള്ള ആൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഈ സംഭവം കൂടി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഇതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശാഭിമാനിക്കും CPM-നും വൻ തിരിച്ചടി വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലേ? തീർച്ചയായും വൻ തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ വിഷയത്തിലും എല്ലാ കാലത്തും തള്ളാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മറ്റൊരു പത്രത്തിൽ വന്ന വാർത്തയോ അല്ലെങ്കിൽ മറ്റൊരു പത്രത്തിലെ കവർ സ്റ്റോറി ആണ് എങ്കിൽ ഇത്തരമൊരു പ്രശ്നമില്ല. പക്ഷെ ദേശാഭിമാനി ആകുമ്പോൾ അത് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ ശക്തമായ പോര് പാർട്ടിക്കകത്ത് CPM-ൽ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും, അത് പാർട്ടി പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അറിയാം പിണറായി വിജയൻ വെട്ടിയതാണ് VS അച്യുതാനന്ദനെ എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ കവർ സ്റ്റോറി നൽകണം, അല്ലെങ്കിൽ ആ സ്റ്റോറി കഴിഞ്ഞ ദിവസമായിരുന്നു അത് പബ്ലിഷ് ചെയ്യേണ്ടത്, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന് തന്നെക്കാൾ കൂടുതൽ ജനപിന്തുണ ഒരാൾക്ക് കിട്ടുന്നതും പിണറായി വിജയൻ ഇഷ്ടമല്ല. തന്നെക്കാൾ കൂടുതൽ ഒരാളെയും CPM-ൽ, പ്രത്യേകിച്ച് CPM എന്ന പാർട്ടിയിൽ ഒരാളെയും അംഗീകരിക്കുന്നത് പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണോ പത്രം വിതരണം ചെയ്യണ്ട എന്നുള്ള, അല്ലെങ്കിൽ ഈ സ്റ്റോറി പുറത്തേക്ക് വരണ്ട എന്ന്, അല്ലെങ്കിൽ ലേഖനം ആരും വായിക്കണ്ട എന്ന് കരുതിയത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ഇതാണല്ലോ, എതിർപ്പുകളാണല്ലോ. നേരത്തെ VS ഉണ്ടായിരുന്ന 2 വിഭാഗീയത ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. മരിച്ചു കഴിഞ്ഞപ്പോഴും അത് തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണല്ലോ. അല്ല, പിണറായി വിജയന്റെ ഒരു ശൈലിയും രീതി എന്ന് പറയുന്നത് CPM-ൽ ഇപ്പോൾ താരതമ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPM-ൽ ഒരു താരതമ്യം ചെയ്യലോ നമ്മൾ കണ്ടിട്ടില്ല. VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും വെച്ച് പാർട്ടിയിലെ നേതാക്കൾ താരതമ്യം ചെയ്തിട്ടില്ല. വലിയ അളവിൽ മാധ്യമ പ്രവർത്തകരും VS അച്യുതാനന്ദന്റെ കാലഘട്ടവും പിണറായി വിജയന്റെ കാലഘട്ടവും എന്ന് പറഞ്ഞൊരു താരതമ്യം ചെയ്തില്ല. മറുവശത്ത് കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടവും VD സതീശൻ സർക്കാരിന്റെ കാലഘട്ടവും എന്ന് പറയുന്ന രീതിയിലൊരു കമ്പാരിസൺ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. പക്ഷെ അച്യുതാനന്ദൻ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അച്യുതാനന്ദൻ ഓർമ്മയാകുമ്പോൾ വീണ്ടും പിണറായി വിജയനെതിരെ തിരിഞ്ഞു കൊത്താനുള്ള കാര്യം നമുക്കറിയാം. ഇതുവരെയും CPM അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. അത്രത്തോളം മോശപ്പെട്ട അവസ്ഥയാണ് CPM-ൻ്റെത്. അത് അറിഞ്ഞോ അറിയാതെ അതിന്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇപ്പോൾ താരതമ്യം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി തള്ളിക്കളയേണ്ട ആവശ്യം പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ UDF അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരു വേണ്ട വിധത്തിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടപെടുന്നില്ല. നിയമസഭയിലാണെങ്കിൽ പോലും കാര്യങ്ങളിലൊക്കെ വേണ്ട സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാർട്ടി അന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ കമ്പയർ ചെയ്യപ്പെടുന്നത് VS-ആയിട്ടായിരുന്നു. VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കമ്പാരിസൺ അവിടെ വരുന്നുണ്ടല്ലോ. പക്ഷെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അത്തരം കമ്പാരിസൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം കമ്പാരിസണുകൾക്ക് പിണറായി വിജയന് താല്പര്യമില്ല. അത് എങ്ങനെ, ഏത് വിധത്തിലും അത് അവസാനിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ലേഖനം ഇനി ആരും വായിക്കേണ്ട,
സ്വാഭാവികമായും ഈ ലേഖനം വായിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വിഭാഗത്തിന് CPM-ൽ ഇപ്പോൾ ഒരു വിഭാഗത്തിന് VS അച്യുതാനന്ദനോട് ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. VS ആണ് യഥാർത്ഥ സഖാവ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നാമത് തന്നെ പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പിണറായി വിജയനെതിരായ ഒരു ശക്തമായ വികാരമുണ്ട്, MV ഗോവിന്ദനെതിരായ വികാരമുണ്ട്. ഈ വികാരങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള വികാരങ്ങളെ മുഴുവൻ അച്യുതാനന്ദനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പിണറായി വിജയൻ നല്ല ബോധ്യമുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ ഈ ലേഖനം പുറത്തേക്ക് വിടണ്ട എന്ന് പറഞ്ഞതാണ്. ആദ്യം ഞാനും ചിന്തിച്ചത് അതുകൊണ്ടായിരിക്കണം. കാര്യം KK ശൈലജ തന്നെക്കാൾ കൂടുതൽ ജനപിന്തുണ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അവരെ വെട്ടിയ ആളാണ് പിണറായി വിജയൻ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് കരുതി പിന്നീടാണ് പറയുന്നത് അതിന്റെ അകത്ത് കള്ളൻ വിജയൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ലേഖനം വന്നത് ഒരു നാടകൃത്തിനെ കുറിച്ചാണെന്നുള്ളത് ബോധ്യമുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കും ആ ലേഖകൻ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ടൈറ്റിൽ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറൊരാളെ ബാധിക്കുമെന്നോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടാവില്ല. അല്ല, രണ്ട് രീതിയിലാണ് ഇതിനിപ്പോ നോക്കി കാണാൻ തോന്നുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ നോർമലായി കൊടുത്ത ഒരു സ്റ്റോറി, അതിന്റെ അകത്ത് കള്ളൻ വിജയൻ എന്ന പേര്, ഒരു എഴുത്തുകാരൻ വിജയനെ പറ്റി അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നതാണ് കള്ളൻ വിജയൻ എന്നുള്ളത്. ഈ കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന് കൊള്ളേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ എന്നോ PV എന്നോ, കാര്യം ഇതിന് മുൻപ് ഒരു ആരോപണം വന്നപ്പോ PV ആരാണെന്നൊരു ചോദ്യമുണ്ട്. PV എന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നോ പറഞ്ഞിട്ടില്ല. വിജയനും കള്ളനും. കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ ഞാനാണ് കള്ളൻ വിജയൻ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് കള്ളത്തരം കാണിച്ചത് കൊണ്ടാണല്ലോ ഒരു ഭയം, അല്ലെങ്കിൽ എന്നെ ആയിരിക്കുമോ പറയുന്നത് എന്നുള്ളത്. പിന്നെ മറുവശത്ത് CPM ആണ്. CPM-ന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ഞാൻ പറയുകയാണ്, ചിലപ്പോൾ മനഃപൂർവ്വം VS അച്യുതാനന്ദനെ പുകഴ്ത്തി എഴുതുന്ന അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ അത്രത്തോളം പ്രശംസിക്കുന്ന വാർത്ത വരുന്നതിന്റെ അകത്ത് അല്ലെങ്കിൽ ലേഖനത്തിനൊപ്പം മറുവശത്ത് കള്ളൻ വിജയൻ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു കുത്തുകൂടി കൊടുത്തതായിരിക്കാം, നമുക്കറിയില്ല. കാര്യം CPM-ന്റെ അകത്ത് ശക്തമായ ഒരു രണ്ടാം ചേരി ഇപ്പോൾ അത് വലിയ രീതിയിൽ ഇതിനു മുൻപ് ചർച്ച, ഇപ്പൊ അതൊന്ന് സൈലന്റ് ആയിരിക്കുകയാണ്. എന്നാൽ കൂടി CPM-ന്റെ അകത്ത് ശക്തമായ രണ്ടാം ചേരിയുണ്ട്. വിഴിഞ്ഞം വിഷയം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ദേശാഭിമാനിയെ തള്ളുകയും ചെയ്തു. MV ഗോവിന്ദൻ വന്ന് ദേശാഭിമാനിയെ തള്ളി പറയുകയും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ദേശാഭിമാനിയെ തള്ളുക കാരണം പറഞ്ഞാൽ സ്വരാജ് ആണ് ഇതിന്റെ ചുമതലയുള്ളത്. ദേശാഭിമാനിയുടെ ചുമതല സ്വരാജിനും ഉണ്ട്. അപ്പൊ സ്വരാജ് ഉള്ളപ്പോഴാണ് ഈ വിഴിഞ്ഞത്തിന്റെ പേരിൽ ദേശാഭിമാനിയെ തള്ളുന്നത്. പിന്നെ ഇപ്പൊ രണ്ടാമത് വീണ്ടും സ്വരാജ് ആണ് ഉള്ളപ്പോഴാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത്. ഇപ്പൊ ഇത് മാറ്റേണ്ടി വന്നു. കാരണം പ്രിന്റിങ്ങിന് വന്നു, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ഈ പേരിൽ പ്രിന്റിങ് വന്നു. അതും അറിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാറ്റാൻ പറഞ്ഞത്. സ്വരാജ് പിന്നെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് പുതിയൊരു ചേരി രൂപപ്പെടുന്നതിൽ സ്വരാജ് ഉണ്ട്, മറുവശത്തെ ചേരിയിൽ സ്വരാജ് ഉണ്ട്, ശൈലജ ടീച്ചർ ഉണ്ട്, ഉണ്ട്, ഇങ്ങനെയുള്ള പലരും ഉണ്ടെന്നുള്ളൊരു നേരത്തെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലേഖനം എന്തായാലും സ്വരാജ് അറിയാതെ ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാധ്യതയില്ല. അത് മാറ്റി പ്രിന്റ് ചെയ്യേണ്ടി വന്ന അവസ്ഥ ഒന്ന് ആലോചിക്കാം. എഡിറ്റർക്ക് കാരണം കാട്ടിങ്കിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇത് മാറ്റാൻ പറഞ്ഞു, എന്തിനൊപ്പം കൊടുത്തു എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇനി അത് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല, ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചക്ക് മുൻപാണ് വിഴിഞ്ഞം വാർത്തയുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരികയും ദേശാഭിമാനിയെ പാർട്ടി തള്ളുന്ന ഒരു രീതിയിലേക്ക് പോയത്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചു വേണം ഇനി മുന്നോട്ട് പോകാനെന്ന് ദേശാഭിമാനിക്ക് അറിയാം. അന്ന് തന്നെ എഡിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു മെസ്സേജ് കൂടി പോയിട്ടുണ്ട്, കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. നമ്മൾ പ്രതിപക്ഷത്താണെങ്കിൽ പോലും തിരിഞ്ഞു കൊത്താനുള്ള, ഇതിനു മുൻപ് പല വിഷയങ്ങൾ ദേശാഭിമാനിക്ക് തന്നെ അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ കൊടുത്ത പല വാർത്തകൾ CPM-ന് തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കള്ളൻ വിജയൻ എന്ന് വരുന്നു. ഇതിന്റെ അകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, കള്ളൻ വിജയൻ എന്ന് വന്നാൽ പിണറായി വിജയനെ അത് കൊള്ളേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ എന്തിനാണ് കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലെന്തിനാണ് CPM പിടിച്ചു കയറുന്നത്? ഞാൻ ഒരൊറ്റ ഉദാഹരണം, ഈ കള്ളൻ വിജയൻ എന്നുള്ള സ്റ്റോറി വരുന്നു അല്ലെങ്കിൽ ലേഖനം വരുന്നു, ഇതെല്ലാം ഒരുമിച്ച് വരുന്നു. ഇത് ദേശാഭിമാനി വായിക്കുന്ന സഖാക്കളാണ് ഈ കൂടുതലും. സഖാക്കൾ ഇതിരുന്ന് നോക്കിയിട്ട് കള്ളൻ വിജയൻ പിണറായി വിജയൻ ആണോ എന്ന് ചോദിക്കുന്നില്ല. ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയതും CPM ആണ്. അതാണ് CPM-ന്റെ പരാജയം. ഇതൊരു വലിയ ചർച്ചയിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പതിപ്പ് നിരോധിക്കുന്നു, അത് വീണ്ടും പ്രിന്റ് ചെയ്യേണ്ടി വരുന്നു, അതൊക്കെ പറയുമ്പോഴാണല്ലോ ജനങ്ങൾ മൊത്തം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആരും അറിഞ്ഞിട്ടുണ്ടായില്ല എന്നൊരു നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടു. അതിനകത്ത് പറയുന്നത് ഈ പത്രം ആർക്കാണ്, ആകെ എന്താണ് അക്രി കച്ചവടകർ മാത്രം ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം. കള്ളൻ എന്ന് കേട്ടാൽ തന്നെ അത് താനാണെന്നുള്ള തോന്നലൊക്കെ നല്ലതാണെങ്കിലും നാട്ടിൽ മറ്റൊരു വിജയനും കള്ളൻ വിജയൻ എന്ന് പേര് വരാൻ പാടില്ല എന്നുള്ള ഈ പ്രൊഫഷണൽ ഈഗോ ശരിയല്ല മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞിട്ടൊരു പദം. അതേപോലെ തന്നെ നിങ്ങൾ വിതരണം ചെയ്താൽ പോലെ ഈ പത്രം ആരും വായിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ആകെ നഷ്ടം ആക്രി കച്ചവടക്കാർക്ക്. ഇതിപ്പോ വായിച്ചാൽ തന്നെ ദേശാഭിമാനി നിഷ്പക്ഷരായ ആളുകളൊന്നും അങ്ങനെ വായിക്കാറില്ല.
കൂടുതലും സഖാക്കളാണ്, അല്ലെങ്കിൽ സഖാക്കളാണ് കൂടുതൽ ഇത് വായിക്കാറ്. ഇവരാരും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാനും പോകുന്നില്ല. അപ്പോൾ ഇതൊരു വിവാദത്തിലേക്ക് എത്തിച്ചത് എന്തിനാണ്? മറുവശത്ത് അച്യുതാനന്ദന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, വിവാദത്തിലേക്ക് പത്രത്തിൽ വാർത്ത നൽകുന്ന അല്ലെങ്കിൽ ലേഖനം നൽകുന്നതും നൽകാത്തതും ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം. പക്ഷെ എന്തിനാണ് വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? അനാവശ്യ കാര്യങ്ങളിലേക്ക് വിവാദത്തിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാതിരിക്കുന്ന ഒരു രീതിയൊന്നുമില്ല. ഇപ്പൊ പൊതിച്ചോറിന്റെ വിഷയത്തിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ CPM-നും DYFI കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിവാദത്തിലേക്ക് എന്തിനാണ്? മരിച്ചുപോയ ആളുകളെ എന്തിനാണ് വിവാദത്തിൽ? അതിപ്പോ ഏത് നേതാവ് ആയിക്കോട്ടെ, അച്യുതാനന്ദനായിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ. കാര്യം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിലും ചാണ്ടിയമ്മൻ പറഞ്ഞു വിവാദമാക്കരുത്. അപ്പൊ എന്തിനാണ് ഈ മരിച്ച നേതാക്കളെ ഇവർ വിവാദത്തിലേക്ക് വലിച്ചിടുന്നത്? ഇതിപ്പോ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ പോയെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ CPM തന്നെയാണ് കള്ളൻ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നു. പിന്നെ അതിനെ ദേശാഭിമാനിയിൽ ആ വാർത്ത കൊടുക്കണ്ട എന്ന് പറയുന്നു. പിന്നെ ഒന്നുകൂടെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയനും CPM-നും തന്നെ ഇപ്പൊ തോന്നിയിട്ടുണ്ട് പിണറായി വിജയൻ കള്ളൻ വിജയനാണെന്ന്. അതുകൊണ്ടാണ് ഇത്രത്തോളമുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ഈ VS-ന്റെ ലേഖനം വരുന്നു, അത് ഒരുവിധം എല്ലാവരും വായിക്കും, അതിനൊരു പബ്ലിസിറ്റി കൂടുതൽ കിട്ടി. അതുകൂടാതെ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ലേഖനം എന്തായിരുന്നു, എന്താണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കണ്ടന്റ് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ആൾക്കാരുള്ളത്. അതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരുമെന്ന് അറിയില്ല. അതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടി, കള്ളൻ വിജയൻ എന്ന് പറയുന്നതിന്റെ അകത്ത് ആ ഒരു ടൈറ്റിൽ മാത്രമാണോ, ഇനി പിണറായി വിജയനെ കുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ഇപ്പോ. അത് എപ്പോഴെങ്കിലും പ്രസിദ്ധീകരിക്കും എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ദേശാഭിമാനിയിൽ നിന്നുള്ള ആരെങ്കിലും തന്നെ ആ കണ്ടന്റ് മാധ്യമങ്ങൾക്ക് ചോർത്തേണ്ടി വരും. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ തന്നെ ഇത് വിവാദമാക്കിയതിൽ എഡിറ്റർക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത്. മാധ്യമ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തത് എഡിറ്റർ കൂടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വാർത്ത വല്ല, പക്ഷെ എന്നായാലും കള്ളൻ വിജയന്റെ കണ്ടന്റ് വരികയാണെങ്കിൽ ചിലപ്പോ VS-ന് കിട്ടുന്ന അല്ലെങ്കിൽ VS-ന്റെ ലേഖനത്തിന് വായിക്കാൻ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കള്ളൻ വിജയന്റെ ലേഖനം അല്ലെങ്കിൽ സ്റ്റോറി വായിക്കാനായിരിക്കും കാത്തിരിക്കുന്നത്.